ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അജിതിന് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അർജുനൻ്റെ ബോഡി കിട്ടിയ ശവസംസ്കാരം എല്ലാം കഴിഞ്ഞു. എന്നിട്ടും ഇപ്പോൾ പറയാ ലോറിക്കകത്ത് വീണ്ടും അസ്ഥിയെന്ന്. ഈ വീണ്ടും പോയി അത് കുത്തിപ്പൊളിച്ച് അതിനകത്ത് കൊണ്ടുവന്ന് അസ്ഥി ഇട്ടിട്ട് അത് അർജുൻ്റെ ആണെന്ന് പറയേണ്ടത് ആവശ്യമുണ്ടോ? ഈ മാധ്യമപ്രവർത്തകർക്ക് വേറെ ഒരു പണിയില്ല ഇപ്പോൾ. പിന്നെ നന്മ ചെയ്തവർക്ക് എപ്പോഴായാലും ആ നന്മയുടെ ഫലം കിട്ടും. ഇപ്പോൾ നന്മ ചെയ്യുന്നതിൻ്റെ ഫലം നമുക്ക് എളുപ്പമാണ് കിട്ടുന്നത്. തിന്മകളെ ആര് ചെയ്താലും അതിന് ഉടനടി ഫലം കൊടുക്കുകയും ചെയ്യും. അർജുൻ കുറേ നന്മകൾ ചെയ്തു, കുറേ പേരുടെ വിശപ്പകറ്റിയ ഒരു സഹോദരനാണ്. അതുകൊണ്ടാണ് അർജുൻ്റെ പിന്നിൽ ഇത്രയും പേര് ഉണ്ടായിരുന്നത്. അർജുൻ ഒരു സെലിബ്രിറ്റി അല്ല, ഒരു VIP അല്ല, ഒരു മന്ത്രിയല്ല, ഒരു MLA അല്ല, ഒരു വലിയ നേതാവിൻ്റെ മകനോ ഒന്നുമല്ല. അവിടെയുള്ള പോലീസുകാർ ചോദിച്ചതുപോലെ വെറും ഒരു ഡ്രൈവറായിരുന്ന അർജുന് ഇത്രയും പേര് പുറകിലുണ്ടായിരുന്നു എങ്കിൽ ആ അർജുൻ ചെയ്ത നന്മയുടെ പ്രതിഫലമാണ് അത്. ഒരു ദൈവത്തിൻ്റെ രൂപത്തിൽ മനാഫും ആ 72 ദിവസവും ആ മനാഫ് എന്ന് പറയുന്ന ആ മുതലാളി, അർജുൻ്റെ മുതലാളി അവിടെ ഉണ്ടായിരുന്നു. സ്വന്തം കുഞ്ഞിന് സുഖമില്ലെന്ന് പറഞ്ഞതിട്ട് പോലും അർജുൻ്റെ ബോഡി കിട്ടിയ അത് തിരിച്ചു നാട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ അങ്ങോട്ട് പോന്നോളെന്ന് പറഞ്ഞ് അവിടെ നിന്ന മനുഷ്യൻ, ഒരു പച്ചയായ മനുഷ്യൻ. അങ്ങേർക്ക് അതിൻ്റെ ആവശ്യമില്ല. അങ്ങേരുടെ ലോറിയിൽ അർജുൻ പോയി. അർജുന് 25,000 ശമ്പളം ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. എന്നിട്ട് കൂടെ പിറന്നൊരു സഹോദരനെ പോലെ അദ്ദേഹം അവിടെ നിന്ന് ഒരുപാട് പ്രയത്നിച്ച് അവസാനം കേസ് വരെ കൊടുത്ത് അവിടെ വീണ്ടും തെരച്ചിൽ നടത്താൻ. ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടും ബോഡി കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ശവസംസ്കാരം ചെയ്തതിന് ശേഷം അർജുൻ്റെ പെങ്ങൾ ഈ മാധ്യമത്തിൽ കൂടി പറയുന്ന കണ്ടു, ഞാനും എൻ്റെ ഭർത്താവ് ജിതിനും കൂടാണ് അവിടെ ചെന്നിട്ട് എല്ലാം ചെയ്തതെന്ന്. നമ്മൾ കണ്ടതാണ് ജിതിൻ എന്ന് പറഞ്ഞ അദ്ദേഹം അവിടെ ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഞാനും കണ്ടു. പക്ഷേ മനാഫ് എന്ന് പറയുന്ന അദ്ദേഹം ഒരുപാട് അവിടെ തന്നെ റൂം വാടകയ്ക്കെടുത്ത് താമസിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ ചിലവായി, അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടമുണ്ടായി. എന്നിട്ട് പോലും അദ്ദേഹം ഒരു പരാതി പറയാനോ ഒന്നുമില്ല. ഇന്നലെ ഇതിനകത്ത് അദ്ദേഹം പറയുന്നത് ഞാൻ കണ്ടു, അദ്ദേഹത്തിൻ്റെ വണ്ടിക്കെല്ലാം അർജുൻ്റെ പേരിടാൻ പോവുകയാണ്. പിന്നെ അർജുൻ ഓട്ടിച്ചുകൊണ്ടിരുന്ന ബൈക്ക് പെയിൻ്റ് അടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇത്രയധികം സ്നേഹിച്ച ഒരു വ്യക്തിയെ ആ അർജുൻ്റെ പെങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആ മനാഫ്കയുടെ ഒരു പേര് പോലും പറഞ്ഞില്ല, ഒരു നന്ദി വാക്ക് പോലും പറഞ്ഞില്ല. ബാക്കി എല്ലാവരുടെയും പേര് പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് അർജുൻ്റെ വീടിനെ സഹായിക്കാൻ താല്പര്യമാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ആ അച്ഛനും അവിടെ വിഷമമുണ്ടെന്ന് പറയുന്നത് ആ അച്ഛനുണ്ട്, ആ സഹോദരനുണ്ട്, ഭാര്യയ്ക്കുണ്ട്, കുഞ്ഞിനുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി കൊടുക്കണം. ഇതുപോലെ അർജുൻ്റെ പെങ്ങൾ, അത് മൂത്തതാണെന്നോ ഇളയതാണെന്ന് എനിക്കറിയത്തില്ല, ആ അഞ്ചോ ഇതിനകത്ത് വരത്തില്ല, സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഭർത്താവിൻ്റെ പേരിൽ ഒരു പൈസ പോലും കൊടുക്കരുത്. നിങ്ങൾക്ക് കൊടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ മറ്റവർക്ക് ഒരു അക്കൗണ്ട് എടുത്ത് അവർക്ക് അവരെ സേഫ്റ്റി ആക്കണം. കാരണം ഈ അർജുൻ സ്നേഹിച്ചൊരു പെൺകുട്ടിയാണ് അർജുൻ്റെ ഭാര്യ. കല്യാണ സമയത്ത് കല്യാണം കഴിച്ചുകൊണ്ട് വരാൻ ഒരുപാട് മുടക്കുണ്ടായിരുന്നെന്ന് പറയാം. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ അർജുൻ ഇത് മതിയെന്ന് പറഞ്ഞ് അർജുൻ കെട്ടിക്കൊണ്ട് വന്നെന്നാണ് പറയുന്നത്. അപ്പോൾ അന്ന് തൊട്ട് ഈ അർജുൻ്റെ ഭാര്യയോട് ഈ വീട്ടുകാർക്ക് കുറച്ച് ദേഷ്യമുണ്ട്. ദേഷ്യമില്ലെങ്കിൽ അർജുൻ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഭാര്യയെ കൊണ്ടുവരണ്ടല്ലോ, കെട്ടിക്കണ്ടല്ലോ. അപ്പം എന്തായാലും അന്ന് ഇഷ്ടമില്ലാത്ത ഈ അർജുൻ്റെ വീട്ടുകാർക്ക് ഇപ്പോഴും അതിനെ ഇഷ്ടമല്ലായിരിക്കും. ഇപ്പോൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് കരയുന്നെങ്കിലും
കുറച്ച് ദിവസം കഴിയുമ്പോൾ, കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അവരുടെ തനി നിറം വെളിയിൽ വരും. പ്രത്യേകിച്ച് ഈ അർജുൻ്റെ സഹോദരി മൂത്തതായിരിക്കും, ഇളയതാ മൂത്തതെന്ന് എനിക്കറിയത്തില്ല, ഞാൻ സോഷ്യൽ മീഡിയയിൽ വരുന്ന അതും അതിൻ്റെ കുറച്ച് ബന്ധുക്കളെ കൊണ്ട് അന്ന് നമ്മൾ കണ്ടില്ല, ഒരു ബോബ് ചെയ്തവർ അവരുടെ അമ്മയ്ക്ക് എന്തോ പറഞ്ഞു കൊടുത്ത് അവരമ്മ പറഞ്ഞ് അങ്ങനെ സോഷ്യൽ മീഡിയ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയി. പക്ഷേ വിഷമമുള്ളത് ഭാര്യയ്ക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും. പക്ഷേ ആ അനിയൻ എന്ന് പറയുന്ന സഹോദരന് ഒരുപാട് വിഷമമുണ്ട്. നാളെ അർജുൻ ചെയ്തു തീർത്ത ബാക്കിയുള്ള സ്വപ്നങ്ങൾ ആ കുട്ടി ചെയ്തു തീർക്കട്ടെ. നമ്മൾ ഒരാൾക്കൊരു നല്ല പ്രവൃത്തി ചെയ്തു കൊടുത്തെങ്കിൽ നമ്മളൊരു നന്ദി വാക്കെങ്കിൽ അത് അല്ലെങ്കിൽ ഒന്ന് ഓർമ്മിക്കെങ്കിലും വേണം. ആ സിസ്റ്റർ എന്ന് പറയുന്നവർ ബാക്കി എല്ലാവരുടെയും പേര് പറഞ്ഞെങ്കിലും മനാഫ്കയുടെ പേര് പറഞ്ഞില്ല. എനിക്ക് ഒരണ്ണനാണുള്ളത്, ഇനി ഒരണ്ണനും കൂടാണ് മനാഫ്ക എന്ന് എൻ്റെ മനസ്സിൽ. അർജുൻ എന്ന് പറയുന്ന ഈ അമരാവതി വീട്ടിലുണ്ടെന്നുള്ളത് നമ്മൾ ജനിച്ച ഒരാളാണെന്നുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഈ ഗംഗാവലി പുഴയിൽ ഈ ലോറി മറിഞ്ഞതിന് ശേഷമാണ് അർജുനൻ എന്ന് പറയുന്നൊരു സഹോദരനെ നമ്മൾക്ക് മനസ്സിലിങ്ങനെ ഓർമ്മിക്കാൻ കഴിഞ്ഞതും. പിന്നെ അർജുനൻ നമ്മുടെ വീട്ടിലൊരു ഭാഗമായി മാറി. ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് അർജുൻ. ഇന്നലെ കണ്ടില്ല, കൊല്ലത്തെ കണ്ടുള്ളൊരു അങ്ങേര് അർജുൻ്റെ പേരിൽ മനാഫ്ക പേരിലും പിന്നെ എഴുതി ഒരു ഇത് ഒട്ടിച്ചിരിക്കുന്നു, കടയ്ക്ക് പേരിട്ടിരിക്കുന്നു. അങ്ങനെ അർജുനോടുള്ള സ്നേഹം പോലെ തന്നെ മനാഫ്കയോടുണ്ട്. അവർ രണ്ടിനും മറക്കുക. അതുപോലെ തന്നെ ഈശ്വർ മൽപ്പേ, രഞ്ജിത്ത് ഇസ്രായേൽ, എത്രയോ പേര് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട്, എന്നിട്ട് അവർ പറയുക ഞാനും എൻ്റെ ഭർത്താവാണ് അവിടെ കഷ്ടപ്പെട്ടത്. ഇത്ര ഉളുപ്പില്ലാത്തത് പറയുന്നത്. പിന്നെ അതുകൂടാതെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് ഇവരാണെങ്കിൽ അവിടെ പോയിട്ട് അവിടെ അന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് അർജുൻ ഇവിടെ അല്ലേ കിടക്കുന്നത്, അതുകൊണ്ടൊന്ന് കാണാൻ വന്നതാണ്. അതെന്തോ അവിടെ സൂ ആണോ കാണാൻ പോയെ? സോഷ്യൽ മീഡിയയിൽ വന്ന് കുറച്ച് പറയുമ്പോൾ ഒരു ലോജിക്കെങ്കിലും വേണ്ടേ? കുറേ ദിവസം കൊണ്ട് ഇത് കണ്ടപ്പോൾ ഒന്ന് പ്രതികരിക്കണോ തോന്നി പ്രതികരിച്ചു. നിങ്ങൾക്ക് ഇതിനോട് യോജിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ഇടാം. പോയിട്ട് വരാം.